ശ്ലോകം 4. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിത് നന്ദനാം താം. കോസലദേശത്തെ രാജാവാണ് നഗ്നജിത്ത്. ആ നഗ്നജിത്തിൻ്റെ പുത്രിയാണ് സത്യ. അപ്പം നഗ്നജിത്ത് പുത്രിയുടെ വിവാഹത്തിന് വേണ്ടി ഒരു പന്തയം വെച്ചിരിക്കുകയാണ്. 7 കൂറ്റൻ കാളകൾ. ആ 7 കൂറ്റൻ കാളകളെയും ഒരേ സമയത്ത് പിടിച്ച് കെട്ടണം. ആർക്കും സഹായിക്കുന്നില്ല. കാളകൾ കുത്തി അനേകം രാജാക്കന്മാർ മരിച്ചു. അപ്പോൾ ഭഗവാൻ അവിടെ വന്നു. പുനരുദവഹോ നഗ്നജിത് നന്ദനാം താം. നഗ്നജിത്തിൻ്റെ പുത്രിയായ ആ സത്യയെ ഭഗവാൻ വിവാഹം ചെയ്തു. എങ്ങനെ? ബദ്ധ്വാ സപ്താഭിവൃഷവരാൻ. ആ 7 കാളകളെയും സപ്തമൂർത്തിർനിമേഷാൽ 7 രൂപം എടുക്കുകയാണ്. 7 കൃഷ്ണന്മാരായി 7 കാളകളെയും ഒരേ സമയത്ത് ഒരു നിമിഷം കൊണ്ട് പിടിച്ചു കെട്ടി മൂക്ക് കയറിയിട്ട് ആ പന്തയത്തിൽ ജയിച്ചു. നഗ്നജിത്ത് സന്തോഷത്തോടുകൂടി സത്യയെ ഭഗവാന് നൽകുകയുണ്ടായി. ഇപ്പോൾ 6ാമത്തെ ഭാര്യയായി സത്യ. 7ാമത്തെ ഭാര്യ ഭദ്ര. ഭദ്രയും ഇതുപോലെ തന്നെ ഭഗവാന്റെ അച്ഛൻ പെങ്ങളുടെ മകളാണ്. അതാണ് പൈതൃശ്വസേയി. പിതാവിൻ്റെ സഹോദരി പൈതൃശ്വസ, അവളുടെ പുത്രി പൈതൃശ്വസേയി, പേര് ഭദ്ര. സഹോദരന്മാർ സന്ദർദനാദികൾ അവർ ഭഗവാന്റെ ഭാഗത്തുള്ള ആൾക്കാർ തന്നെയാണ്. അവർ സന്തോഷത്തോടുകൂടി ഭദ്രാം നാമ പ്രദതുരഥത്തെ സന്ദർദനാദ്യാഹ. സന്ദർദനൻ മുതലായ ആ സഹോദരന്മാർ തങ്ങളുടെ പെങ്ങളെ ഭദ്രയെ ഭഗവാന് നൽകി. തൽ സോദര്യ, അവരുടെ സോദരിയെ. ആരാണ് ആ സോദരി? സാഭി പൈതൃശ്വസേയി. അവളും പിതാവിൻ്റെ സഹോദരിയുടെ പുത്രി തന്നെയാണ്. ഭദ്ര കേകയ ദേശത്തെയാണ്. അതുകൊണ്ട് അവളെ കൈകേയി എന്നും പറയും. മറ്റേ കൈകേയല്ല, കേകയ ദേശത്തെ കുട്ടിയായതുകൊണ്ട് കൈകേയി. അമ്മയുടെ പേര്, വസുദേവരുടെ സഹോദരൻ്റെ പേര് ശ്രുതകീർത്തി. സഹോദരന്മാരുടെ പേര് സന്ദർദനാദികളെന്നേ പറഞ്ഞിട്ടുള്ളൂ, മുഴുവൻ പേര് പറഞ്ഞിട്ടില്ല. എന്താ ഭദ്രയ്ക്ക് ഒരു പ്രത്യേകത? പൂർവ്വജന്മം പറയുകയാണ്. പൂർവ്വജന്മത്തിൽ നളൻ എന്നുപേരായ ഒരാളുടെ പുത്രിയായിരുന്നു. മഹാവിഷ്ണുവിനെ ഉപാസിച്ചു. മഹാവിഷ്ണുവിനെ തന്നെ താൻ വിവാഹം ചെയ്യുള്ളൂ എന്ന് തീർച്ചയാക്കി. അങ്ങനെയാണ് ശ്രേഷ്ഠജന്മം കിട്ടിയത്. മഹാവിഷ്ണുവിനെ തന്നെ കിട്ടിയിട്ടുണ്ടായത്. ഭദ്രാം നാമ പ്രദതുരഥതേ ദേവ സന്ദർദനാദ്യ. അപ്പോൾ സഹോദരന്മാർ ഭദ്രയെ എന്തെന്നില്ലാത്ത ഇഷ്ടത്തോടു കൂടിയാണ് കൃഷ്ണന് കൊടുക്കുന്നത് എന്നർത്ഥം. തൽ സോദര്യ വരദ ഭവത സാഭി വൈദരിശ്വസേയി. അങ്ങയുടെ പിതാവിൻ്റെ സഹോദരിയുടെ പുത്രി തന്നെയാണ്. അവളുടെ ആഗ്രഹപ്രകാരം അവൾക്ക് ഭഗവാനെ തന്നെ, വിഷ്ണുവിനെ തന്നെ, കൃഷ്ണൻ വിഷ്ണു തന്നെയാണ് ഇതെപ്പോഴും ഓർമ്മ വേണം. ആ വിഷ്ണുവിനെ തന്നെ ഭർത്താവായിട്ട് ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ 7
ഭാര്യമാരായി. ആരൊക്കെയാണ് നോക്കാം. രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര. 7 പേരായി. ഈ ഒരാൾ കൂടിയുണ്ട്. അത് 5-ാം ശ്ലോകത്തിൽ പറയുന്നു. എവിടുത്തെ ആണ്? മദ്രാദേശത്തിലത്തെ രാജാവിൻ്റെ മകളാണ്. പേര് ലക്ഷ്മണ. ലക്ഷണ എന്നും പറയും, ലക്ഷണ എന്നും ലക്ഷ്മണ എന്നും പറയുന്ന കുട്ടി. മദ്രാദേശത്തിൽ രാജാവിൻ്റെ പേര് ബൃഹത്സേനൻ. ബൃഹത്സേനൻ. അവിടെയും പന്തയം എന്താണ് വെച്ചിരിക്കുന്നത്? താഴത്ത് വെള്ളത്തിൽ നോക്കി മുകളിലുള്ള ലാക്ക് മുറിക്കണം. പാഞ്ചാലിയുടെ അതേപോലെ തന്നെയാണ്. പാർത്ഥാദ്യൈരപ്യകൃതലവനം. അച്യുതനും വന്ന് നോക്കി, പാഞ്ചാലിൻ്റെ അവിടെ സാധിച്ചു, ഇവിടെ സാധിച്ചില്ല. അകൃത ലവനം, ലവനം ലാക്ക്, ലാക്ക് പൊട്ടിക്കാൻ സാധിച്ചില്ല. എന്താണ് ലാക്ക്? തോയമാത്രാഭിലക്ഷ്യം. വെള്ളത്തിൽ നോക്കിയിട്ട് വേണം മുകളിലത്തെ ലാക്ക് മുറിക്കാൻ. ഭഗവാനോ ലക്ഷം ശിത്വാ ശബരം. അതൊരു മീനാണ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ മീനിനെ, ആ ലാക്കിനെ മുറിച്ചു. അവൃധാഹ ലക്ഷ്മണാം മദ്രകന്യം. മദ്രാദേശത്തെ രാജാവായ ബൃഹത്സേനൻ്റെ പുത്രിയായ മദ്രയെ ഭഗവാൻ വിവാഹം ചെയ്തു. അഷ്ടാവേവം തവ സമഭവൻ വല്ലഭാഹ. ഹേ ഭഗവൻ, ഇപ്പം അങ്ങക്ക് 8, അഷ്ടവും 8. ഏവം തവ സമഭവൻ വല്ലഭാഹ. 8 വല്ലഭമാർ, 8 ഭാര്യമാരായി. അങ്ങനെ 8 ഭാര്യമാരുമായി സുഖമായി കഴിയുന്നതായ സമയത്താണ് തത്ര മധ്യേ. ആ സമയത്ത് സുരപതിഗിര. ദേവേന്ദ്രൻ ഒരു ആളെ അയച്ചിരിക്കുകയാണ് ഭഗവാന്റെ അടുത്തേക്ക്. എന്തു പറയാൻ? ഭൗമദുശ്ചേഷിതാനി. ഭൗമൻ ഭൂമിയുടെ പുത്രൻ. ആ ഭൂമിയുടെ പുത്രൻ്റെ ദുഷ്കൃത്യങ്ങൾ, അവൻ എല്ലാവരെയും ഉപദ്രവിക്കുന്നു എന്ന് മാത്രമല്ല, തൻ്റെ മാതാവായ അതിഥിയുടെ കുണ്ടലങ്ങൾ കട്ടുകൊണ്ടുപോയി, വരുണൻ്റെ വൻകൊറ്റക്കുട കട്ടുകൊണ്ടുപോയി. അതാണ് ഭൗമ ദുശ്ചേഷ്ടിതാനി. എങ്ങനെ ഇവൻ ഭൂമിയുടെ പുത്രനായത്? ഭഗവാന്റെ വരാഹാവതാരത്തിൽ. വരാഹാവതാരത്തിൽ ഇപ്പം ഭൂമി ഉരുണ്ടുരുണ്ട് രസാതലം വരെ എത്തിയോ, ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ വരാഹമായി വന്ന് മണത്ത് പോയി ഇതിനെ പൊക്കിക്കൊണ്ടുവരികയാണ്. ഭൂമിയെ തൻ്റെ തേറ്റയിൽ വെച്ച് പൊക്കിക്കൊണ്ടുവന്നു. അപ്പോഴാണ് ഹിരണ്യാക്ഷൻ വരുന്നത്. ഹിരണ്യാക്ഷനുമായി യുദ്ധം ചെയ്തു, ഹിരണ്യാക്ഷനെ കൊന്നു. ആ സമയത്ത് തേറ്റയിലിരിക്കുകയാണ് ഭൂമി. അപ്പോൾ ആ സമ്മർദ്ദം കൊണ്ട്, അതാണ് ഭഗവാന്റെ ആ തേറ്റയിലിരുന്ന സമ്മർദ്ദം കൊണ്ടും, അസുരനപ്പുറത്ത് യുദ്ധത്തിൽ നിൽക്കുകയാണ്, ഒരു ഭയവും ഉണ്ടായി. അങ്ങനെ ഉണ്ടായതായ ഗർഭം പ്രസവിച്ചു. ആ കുട്ടിയാണ് ഇവൻ ഭൗമൻ, നരകാസുരൻ. ആ അസുരനെ കണ്ടുള്ള ഭയം കൊണ്ടാണ് ആ കുട്ടിക്ക് ആ വിധത്തിൽ അങ്ങനെ ആസുരഭാവം ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. അന്യരെ ഉപദ്രവിക്കുന്നത് ആസുരഭാവമാണ്. ദൈവീഭാവമുള്ളവർ ആരെയും ഉപദ്രവിക്കില്ല.
അപ്പോൾ നരകാസുരൻ ഈ വിധത്തിൽ എല്ലാവരെയും ഉപദ്രവിക്കുന്നു എന്ന് മനസ്സിലാക്കി തൻ്റെ അമ്മയുടെ കുണ്ടലങ്ങളെയും വരുണൻ്റെ വെൺകൊറ്റക്കൊടയും അപഹരിച്ച അവനെ നശിപ്പിക്കണം എന്ന് ഒരാളെ അയച്ച് ഭഗവാനെ കേൾപ്പിച്ചു. ശുശ്രോതത്വം അങ്ങ് കേൾക്കുകയുണ്ടായി. സുരപതികില ആ ഇന്ദ്രൻ്റെ വാക്ക് ഒരു ദൂതൻ വഴിക്കാണ് അറിഞ്ഞത്. ഭൗമദുശ്ചേഷ്ടിതാനി ആ നരകാസുരൻ്റെ ഭൂമിയുടെ പുത്രൻ തന്നെയായ നരകാസുരൻ്റെ ഈ വിധത്തിലുള്ളതായ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് അറിഞ്ഞു. അവനെ നശിപ്പിക്കണം തീർച്ചയാക്കി. ചോദിച്ചു, ആരെങ്കിലും എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞു, ഞാൻ വരാം. അതാണ് ഇനി 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്.